ഇന്ന് ജബൽ അൽ ബനാത്തിന്റെ വീഡിയോ തുടർന്ന് കാണാം. ഇന്നലെ നമുക്ക് ആ വീഡിയോയിൽ മൊത്തം കാണിക്കാൻ പറ്റിയില്ല. അതായത് അകത്ത് ശവകുടീരത്തിനകത്തേക്ക് കയറിയിട്ട് ഉള്ള വീഡിയോ ഇന്നലെ പൂർണ്ണമായും കാണിക്കാൻ പറ്റിയില്ല. അതായത് സമയം കൂടുതൽ എടുക്കുമെന്നുള്ള രീതി കൊണ്ടാണ് ഇന്നലെ ഞാൻ കാണിക്കാതിരുന്നത്. ഇന്ന് അത് വിശാലമായിട്ട് ശവകുടീരത്തിനകത്തുള്ള സീനറികൾ നമുക്ക് കാണാം. അതിനു മുമ്പായിട്ട് നമ്മൾ ശവകുടീരത്തിൽ കയറുന്നതിന് മുന്നേയായിട്ട് റസാക്ക് നമുക്ക് പൂർണ്ണമായ ഒരു വിവരണം തരുന്നുണ്ട്. അതായത് ശവകുടീരത്തിനെ കുറിച്ച്. അപ്പം നമ്മൾ അകത്തേട്ട് കയറിയിട്ട് അകത്തുള്ള സീനറീസ് നമുക്ക് കാണാം. ഇപ്പം ഈ കാണുന്നത് ഈ പാറ മൊത്തം ഓരോരോ ശവകുടീരങ്ങളാണ്. അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ കയറുന്നത് ഒള്ളി 26-ാം നമ്പറിനകത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ട്രാവൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നത് ഈ ജനസമൂഹം, അതായത് നമത്തിയൻ സമൂഹം ജീവിച്ചിരുന്ന ആ സ്ഥലമാണ് പുള്ളി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നമുക്ക് കാണിച്ചു തന്നത്. അവിടെയാണ് അവരുടെ വീടുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ മയ്യത്തുകൾ അടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ഇത് മക്ബറയാണ്. അതായത് ഈ പാറയ്ക്കകത്താണ് മക്ബറകൾ ഉണ്ടാക്കി ഓരോരുത്തരെയും അടക്കിയിരുന്നതാണ് നമുക്ക് റസാക്ക് പറഞ്ഞു തരുന്നത്. അത് എത്രത്തോളം സത്യമാണോ മിഥ്യയാണോ എന്നൊന്നും ഞാനും പോയി കണ്ടിട്ടില്ല, റസാക്കിനും അറിയില്ല. റസാക്ക് ചരിത്രമാണ് പറയുന്നത്, ഓരോരുത്തർ എഴുതിയ ചരിത്രങ്ങളാണ് റസാക്കും പറയുന്നത്. റസാക്ക് അന്ന് ജീവിച്ചിരുന്ന ആളല്ല. അപ്പോൾ അതിൽ പല ചോദ്യങ്ങളും നമ്മളുടെ അടുത്ത് വരാം. ഇസ്ലാമിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവർ പറയുന്നില്ല ഇസ്ലാമിലാണ് ഇങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അവർ പറയുന്നത് ഒരു നബത്തിയൻ എന്ന് പറയുന്ന ഒരു സമൂഹം ഇവിടെ ജീവിച്ചിരുന്നു, അവരാണ് ഇത് ഇങ്ങനെ ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ കൂടുതൽ ചരിത്രം അറിയുന്ന ആളല്ല, ഇവർ പറഞ്ഞു കേട്ടത് മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നെ കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് അതിന് റിപ്ലൈ തരുന്നതാണ്. എന്തായാലും ഞാനിത് കേൾപ്പിക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരുടെ റസാക്കിൻ്റെ ശബ്ദം കേൾപ്പിക്കാത്തതെന്ന് പറഞ്ഞാൽ, റസാക്ക് പറയുന്നത് ചിലപ്പോൾ എല്ലാ പേർക്കും ഇംഗ്ലീഷ് മനസ്സിലായി കൂടണം എന്നില്ലല്ലോ. അപ്പോൾ ഞാനും അത്ര ഇംഗ്ലീഷിൽ പ്രാവീണ്യമുള്ള ആളല്ല, എന്നാലും എനിക്ക് മനസ്സിലാവും എന്നുള്ള രീതിക്കാണ് ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ശവകുടീരത്തിനകത്തേക്ക്, അതായത് മക്ബറയ്ക്കകത്തേക്ക് പോവാം. മക്ബറ എന്താണെന്ന് നമ്മൾ ഇതുവരെയും കണ്ടില്ല. മക്ബറ എന്ന് പറയുന്നത് മാത്രമേ നമ്മൾ ഇതുവരെയും കേട്ടുള്ളൂ. ഇവിടെ അറൗണ്ട് 52 മക്ബറകളുണ്ട്. നമ്മളിപ്പോൾ 26-ാമത്തേതിലാണ് നിൽക്കുന്നത്. ഈ പാറ 4 സൈഡിലും മക്ബറയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും മക്ബറയ്ക്ക് അകത്തേക്ക് പോകാമെന്ന് തോന്നുന്നു. അതിനായിട്ട് റസാക്ക് വിട്ടാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. റസാക്ക് വളരെ വാചാലമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അറൗണ്ട് 2-3 മിനിറ്റായി. ഇനിയിപ്പം അതിനകത്ത് നിന്ന് ഇറങ്ങിയിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാനുണ്ട്. അപ്പോഴും റസാക്ക് നമുക്ക് മറുപടി തരും. എന്തായാലും നമുക്ക് പോവാം. ഇതാണിപ്പോൾ നമ്മൾ മക്ബറയിലേക്കുള്ള എൻട്രിയാണ്. പ്രത്യേകിച്ച് റസാക്ക് പറഞ്ഞിട്ടുണ്ട് 26-ാം നമ്പറിനകത്ത് മാത്രമേ കയറാവൂ, അല്ലാതെ വേറെ ഒരു സ്ഥലത്തും കയറാൻ പാടില്ല. ഓക്കെ, ഇതാ നമ്മൾ മക്ബറയ്ക്കകത്തേക്ക് കയറിയിരിക്കുന്നു. റസാക്ക് പറഞ്ഞ വിവരം അനുസരിച്ച് ഒരാളുടെ മക്ബറയാണ് കേട്ടോ, ഒരാളുടെ മക്ബറയാണ്. ആ ആളിൻ്റെ മക്ബറ ഈ ആളിൻ്റെ മയ്യത്ത് ഈ മക്ബറയ്ക്കകത്തേക്ക് വെക്കുമ്പോൾ ആ ആളിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളും അവർ കൂടെ ഇതിനകത്തേക്ക് വെക്കാറുണ്ടെന്നാണ് പറയുന്നത്, അവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ. അതാണ് ഈ ഷെൽഫുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് പൂക്കള്, അവരുടെ പാത്രങ്ങള്, വസ്ത്രങ്ങള്, ഇതെല്ലാം ഈ മക്ബറയ്ക്കുള്ളിലേക്ക് അവർ വെക്കും എന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത്. ഈ കാണുന്ന ഷെൽഫുകളൊക്കെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാണ് റസാക്ക് നമുക്ക് പറഞ്ഞു തന്നത്. അതുപോലെ മയ്യത്ത് വെക്കുന്ന രീതിയും പുള്ളി പറഞ്ഞു തന്നു. അതായത് മയ്യത്ത് കുളിപ്പിച്ച് 3 തുണികളിൽ പൊതിഞ്ഞ്, പിന്നെ അതിനെ ഒരു മൃഗത്തിൻ്റെ തൊലിയിൽ, അതായത് പശുവിൻ്റെ തൊലിയിൽ വീണ്ടും പൊതിഞ്ഞ് കെട്ടി ഈ മക്ബറയ്ക്കകത്തേക്ക് കൊണ്ടുവയ്ക്കുകയാണ് എന്ന് പറഞ്ഞു. കൊണ്ടുവച്ചതിന് ശേഷം ഡോർ അടയ്ക്കുക എന്നാണ് പുള്ളി പറഞ്ഞു തന്നത്. പക്ഷെ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തെ ഈ
ചുറ്റുവട്ടം കുറേ മക്ബറകൾ കണ്ടു. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ 52 മക്ബറകൾ കണ്ടതിൽ 26ാമത്തെ മക്ബറയിലാണ് നമ്മൾ എത്തിച്ചേർന്നത്. ഈ 26 മക്ബറയിലേക്ക് നമ്മൾ വന്നപ്പോൾ, അപ്പോൾ 25ാമത്തേനും നമ്മൾ പോയില്ല, എന്നാലും അവിടെ നിന്ന് കുറേച്ചും കൂടി മക്ബറകൾ കാണാൻ പറ്റും. ഇനി അടുത്തത് വേറൊരു സൈഡിലാണ്. ഈ മക്ബറയിൽ ഒന്നും തന്നെ ഞങ്ങൾ ഡോറ് കണ്ടില്ല. ഞാനപ്പോൾ പുള്ളിയെടുത്ത് ചോദിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് മക്ബറകൾക്ക് ഡോറ് ഇല്ലാത്തതെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് പുറത്ത് വന്നിട്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് വീണ്ടും പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കല്ലിലാണ്, അതായത് ഇത്രയും വലിയ കല്ല്, അതായത് ഏക്കർ കണക്കിന് സ്ഥലത്തിരിക്കുന്ന ആ ഒരു കല്ലിൽ ഇത്രയും അതിവിശാലമായിട്ടൊരു ഉം, മക്ബറയൊക്കെ കൊത്തിയെടുക്കുക എന്ന് പറയുന്നത് എനിക്ക് സങ്കല്പിക്കാൻ കൂടി പറ്റുന്നില്ല. വല്ലാത്തൊരു ഇത് തന്നെയാണ്. അതായത് ഒരാൾ മരണപ്പെട്ടാൽ എത്ര നാൾ മുമ്പ് ഇതിങ്ങനെ തയ്യാറാക്കും എന്നും എനിക്കറിയില്ല. അതോ ഇതൊക്കെ ഓൾറെഡി തയ്യാറാക്കിയിട്ടിരുന്നത് ആൾക്കാരിങ്ങനെ വില കൊടുത്ത് വാങ്ങിച്ച് അതിനകത്തേക്ക് ആം, മയ്യത്തുകൾ കൊണ്ടുവെക്കുകയാണോ എന്നും എനിക്കറിയില്ല. പിന്നെ അതുപോലെ ആ, റസാഖ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് നല്ല പൈസയുള്ളവർക്ക് അതിവിശാലമായ ആം, മക്ബറകളാണ് കിട്ടുന്നത്. പൈസ കുറവുള്ളവർക്ക് ചെറിയ ചെറിയ മക്ബറകളാണ്. പക്ഷെ ഇത് താരതമ്യം ചെയ്യാൻ ഞാൻ വേറൊരു മക്ബറ കൂടി കണ്ടില്ല. കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ താരതമ്യം ചെയ്തു പറയാമായിരുന്നു. അത് സത്യമാണോ വിദ്യയാണോ എന്നും നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. എന്തായാലും നമ്മൾ ഈ മക്ബറ കണ്ടു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നിങ്ങളും കണ്ടു കാണും. എന്തായാലും പുറത്തു പോയിട്ട് വീണ്ടും റസാഖിനോട് സംസാരിക്കാം. Archaeological team in 2011, which in our next stop we're gonna learn more about it. So, do you have any questions? Anything that you want to know more about? Why others are not open? Why others are not open? Because this tomb number 26, it's what the archaeological team allowed us to enter this year. Next year they're gonna close 26 and open another tomb for us. That's because we are trying to preserve the tombs as much as possible, because this place is still under excavation, as I told you. And so far, as what the archaeological team say, they discovered what's considered 5% only of the heritage site. So this is still telling us that there's still over 90% of the site not discovered yet. So there's a lot of stories to be discovered, inshallah, in the future. Do you have any other question? If you don't have any other questions, please let. അപ്പോൾ ഞങ്ങൾ മക്ബറയൊക്കെ കണ്ടു. നിങ്ങൾ കേട്ടല്ലോ, അവിടെ ക്വസ്റ്റ്യൻസ് പലതും ഉണ്ടായി. എന്തുകൊണ്ട് ഇത് അടച്ചിരിക്കുന്നു, ഇത് മറ്റുള്ളത് നമ്മളെ കാണിക്കാത്തത് എന്തേ, തുറക്കാത്തത് എന്തേ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. റസാഖിൻ്റെ സംസാരവും നിങ്ങൾ കേൾക്കണമല്ലോ. എന്തായാലും നമ്മൾ അടുത്ത മൂന്നാമത്തെ സ്പോട്ടിലേക്ക് നമ്മൾ വീണ്ടും ഈ യാത്ര തുടരുകയാണ്. ഇനി 2 more സ്പോട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് അടുത്തൊരു സ്ഥലമായ, അതിൻ്റെ പേര് എന്തോന്നോ പുള്ളി പറഞ്ഞു. എന്നാലും നമുക്ക് അവിടെ പോയിട്ട് ആ സ്ഥലം കാണുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ പേര് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇപ്പം നമ്മൾ കണ്ട ഇനി മക്ബറകളല്ല എന്ന് തോന്നുന്നു നമ്മൾ കാണാൻ പോകുന്നത്. എന്താണെന്ന് നമുക്കറിയില്ല. ഇനി അവിടേക്ക് പോയാൽ മാത്രമേ അറിയുള്ളൂ. ഇനി ഏതോ ഒരു മക്ബറയുണ്ട് ലാസ്റ്റിൽ കാണാനാണെന്ന് എനിക്ക് തോന്നുന്നത്. അതാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ മക്ബറ. ഒരാളിന് വേണ്ടി ഒരു മക്ബറ പ്രത്യേകിച്ചൊരു മലയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ വരുമ്പോഴും ബുക്കിലൊക്കെ വായിക്കാൻ കാണുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. നമ്മൾ വീണ്ടും ബസ്സിൽ കയറി യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി പോകുന്നത് മൂന്നാമത്തെ സ്പോട്ടിലാണ്. അതായത് നമ്മൾ ഈ യാത്ര തുടങ്ങുമ്പോൾ നമ്മൾ ആക്ച്വലി പറഞ്ഞല്ലോ 1, 2, 3, 4ലേക്കാണ് ആദ്യം വന്നത്. പിന്നെ 4ൽ നിന്ന് 3ലേക്ക് പോയി. പിന്നെ 3ൽ നിന്ന് ഇനിയിപ്പം നമ്മൾ 2ലേക്ക് പോകുന്നു. ആ കാണുന്ന മലയിലോ മറ്റോ ആണ് ഇനി അടുത്ത് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ബസ്സിൻ്റെ സൈഡിലെ വഴി കൂടി ഒന്നും കാണിക്കാൻ ഒരു വഴിയില്ല കേട്ടോ. അവരവർക്ക് അനുവദിച്ച സീറ്റിൽ മാത്രമേ നമുക്ക് ഇരിക്കാനും പാടുള്ളൂ. പിന്നെ അല്ലാതെ വേറെ സീറ്റിൽ മാറി ഇരിക്കാനും പാടില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളത് അനുസരിച്ചേ പറ്റുള്ളൂ. ഇവിടുത്തെ നിയമവും ഇവിടുത്തെ കാര്യങ്ങളും വെച്ച് നമുക്കത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. എന്തായാലും നമ്മുടെ ഇപ്പോൾ ഇതുവരെയുള്ള ഈ യാത്ര വളരെ സുഖകരമായിരുന്നു, വളരെ രസകരമായിരുന്നു. അതുപോലെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ അവർ പറഞ്ഞു തരികയും ചെയ്തു. അത് ഞാൻ നിങ്ങൾക്ക് പകർത്തി തരികയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ ഹാപ്പി ആണോ എന്ന് എനിക്കറിയില്ല. ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് മെസ്സേജ് ചെയ്യാം.
എന്തായാലും ഇനി നമ്മൾ മൂന്നാമത്തെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ സ്പോട്ടിൻ്റെ വിശേഷങ്ങൾ വീണ്ടും ഞങ്ങൾ നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ. ടേക്ക് കെയർ.